നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. സൂര്യോദയത്തിന് 7:30 നാഴിക മുൻപുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം അഥവാ ബ്രാഹ്മമുഹൂർത്തം. സരസ്വതിയാമം എന്നും ഇത് അറിയപ്പെടുന്നു. ത്രിമൂർത്തികളിൽ ഒരാളായ ബ്രഹ്മാവിന്റെ പത്നിയായ സരസ്വതി ഉണർന്ന് പ്രവർത്തിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശിരസിന്റെ ഇടതുഭാഗത്തുള്ള വിദ്യാഗ്രന്ഥി പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയമാണിത്. പുരാതന കാലം മുതൽ ഋഷികൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ജപഹോമാദികൾ നടത്താറുണ്ടായിരുന്നു. ബ്രഹ്മത്തെ സംബന്ധിച്ചത് എന്നർത്ഥമുള്ള ബ്രാഹ്മവും ശുഭസമയം എന്നർത്ഥമുള്ള മുഹൂർത്തവും ചേർന്നതാണ് ബ്രാഹ്മമുഹൂർത്തം എന്ന വാക്ക്. ബ്രഹ്മത്തിന്റെ, അതായത് പരമാത്മാവിന്റെ അവസ്ഥയ്ക്ക് തുല്യമായ നിർമ്മലത്വം എന്നും ബ്രഹ്മജ്ഞാനത്തിനു വേണ്ട സാധനകളുടെ മുഹൂർത്തമെന്നും ഇതിന് അർത്ഥം കൽപ്പിക്കാറുണ്ട്. മുഹൂർത്തം എന്നത് 2 നാഴികയാണ്, അതായത് 48 മിനിറ്റ്. സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെയാണ് രാത്രി. രാത്രിയുടെ കാൽഭാഗമാണ് ബ്രഹ്മമുഹൂർത്തം, അതായത് സൂര്യോദയത്തിന് മുന്നേയുള്ള 48 മിനിറ്റാണ് ബ്രഹ്മമുഹൂർത്തം. ഈ സമയം സ്രഷ്ടാവിന്റെ സമയം എന്നും പറയുന്നു. അതായത് നമുക്ക് നമ്മളെ തന്നെ സൃഷ്ടിച്ചെടുക്കാനുള്ള സമയമാണിത്. രാവിലെ നിലവിളക്കു കൊളുത്തി പ്രാർത്ഥിച്ചു പഠനം നടത്തുവാൻ പഴമക്കാർ പറയുന്നതും ഇതുകൊണ്ടാണ്. വിളക്കിനു മുന്നിൽ നിന്ന് ഗണപതി വന്ദനത്തോടെ സരസ്വതി പ്രീതികരങ്ങളായ നാമജപത്തോടെ മന്ത്രങ്ങളും ഗായത്രികളും ചൊല്ലുന്നതും ഉത്തമമാണ്. ചെറുപ്പം മുതലേ ഗായത്രി മന്ത്രോപാസന ശീലിക്കുന്നത് കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും കാരണമാകുന്നു. മികച്ച വിദ്യാഭ്യാസം നൽകിയിട്ടും മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ ചില കുട്ടികൾക്കാവുന്നില്ല. അങ്ങനെയുള്ളവർ ബ്രഹ്മമുഹൂർത്തത്തിൽ ഗായത്രി മന്ത്രോപാസന ശീലമാക്കിയാൽ ഏകാഗ്രത വർദ്ധിക്കുകയും ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്യും. സരസ്വതി ദേവിയുടെ മൂലമന്ത്രമായ ഓം സം സരസ്വത്യൈ നമ എന്നത് ദിവസവും ഭക്തിയോടെ ജപിക്കാവുന്നതാണ്. ആത്മീയ സാധനകൾ, യോഗ, ശ്വസന വ്യായാമങ്ങൾ എന്നിവ ബ്രഹ്മമുഹൂർത്തത്തിൽ ശീലമാക്കുന്നത് അതീവ ഗുണപ്രദമാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ നെഗറ്റീവ് ഊർജം തീരെ ഇല്ലാതെ പ്രകൃതി ശാന്തവും വായു ശുദ്ധവുമായിരിക്കും. ഈ സമയത്തെ ഓക്സിജൻ നിറഞ്ഞ കാറ്റേറ്റാൽ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ഊർജ്ജസ്വലത കൂടുകയും പ്രവർത്തനശേഷി വർദ്ധിക്കുകയും ചെയ്യും. നാം പണ്ടുകാലം മുതൽ പറഞ്ഞു കേൾക്കുന്ന ഒന്നുണ്ട്, ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരണം എന്നത്. ചിട്ടയായ ജീവിതശൈലിയുടെ ഭാഗമായി പണ്ട് മുതൽ തന്നെ പിന്തുടർന്നു വന്നിരുന്ന രീതിയാണിത്. യോഗി വര്യന്മാരും മറ്റും ബ്രഹ്മമുഹൂർത്തം എന്നതിന് ഏറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഇപ്പോഴും ഇത് പിന്തുടർന്നു പോകുന്നവരാണ്. ക്ഷേത്രങ്ങളിലും മറ്റും ഇപ്പോഴും ഇതിനേറെ പ്രാധാന്യമുണ്ട്. ക്ഷേത്രങ്ങളിലെല്ലാം നട തുറന്ന് ദേവനെ പൂജിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന സമയം കൂടിയാണിത്. വിശ്വാസത്തിന്റെ ഭാഗം മാത്രമല്ല ഇത്. ബ്രഹ്മമുഹൂർത്തം നമ്മുടെ ജീവിതത്തിന്റെ ചിട്ടകളിൽ ഒന്നാക്കി മാറ്റിയാലുള്ള ഗുണങ്ങൾ ചെറുതല്ല. ആയുർവേദ പ്രകാരം ഈ സമയത്ത് ഉണരുന്നത് രോഗങ്ങൾ അകറ്റാനും ആയുസ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇന്റർനാഷണൽ യോഗ ആൻഡ് അലീഡ് സയൻസ് പ്രകാരം ഈ സമയത്ത് അന്തരീക്ഷത്തിൽ നേസൽ ഓക്സിജൻ ധാരാളം ഉണ്ടാകും. ഇത് നമ്മുടെ ശരീരത്തിലെത്തിയാൽ, അതായത് ഈ സമയത്ത് നാം ഉണർന്നെഴുന്നേറ്റ് ശ്വസിച്ചാൽ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും. ഇതിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, എനർജി ലെവൽ ഉയർത്തുക, രക്തത്തിന്റെ പിച്ച് തോത് ശരിയായി നിലനിർത്തുക, ശരീരത്തിന് പെട്ടെന്ന് ധാതുലവണങ്ങൾ വലിച്ചെടുക്കാൻ കഴിവുണ്ടാക്കുക തുടങ്ങിയ അനവധി ഗുണങ്ങളുണ്ട്. അഷ്ടാംഗഹൃദയ പ്രകാരം ചിലർ ഈ സമയത്ത് ഉണർന്നെഴുന്നേൽക്കരുതെന്ന് പറയുന്നു. ഗർഭിണികൾ, കുട്ടികൾ, നേരത്തെ തന്നെ ഈ ചിട്ട പിന്തുടരാത്ത പ്രായമായവർ, ശാരീരിക മാനസിക രോഗമുള്ളവർ, തലേന്ന് കഴിച്ച ഭക്ഷണം ദഹിക്കാത്തവർ എന്നിവർ ഈ സമയത്ത് ഉണരുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് അഷ്ടാംഗഹൃദയം പറയുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായും ധ്യാനത്തിനായും അറിവ് നേടുന്നതിനും ഈ സമയം വളരെയധികം ഗുണപ്രദമാണ്. ഈ സമയത്ത് ഉണർന്നെഴുന്നേൽക്കാൻ നേരത്തെ കിടക്കുക എന്നതും വളരെയധികം പ്രധാനമാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവർ വൈകി ഉറങ്ങുന്നത് അനാരോഗ്യകരമായി കണക്കാക്കുന്നു. ദേശകാല സമയങ്ങളുടെ ഭേദമനുസരിച്ച് ബ്രഹ്മമുഹൂർത്തവും വ്യത്യാസപ്പെടുന്നു. ഏകദേശം 3:30-നും 5:30-നും ഇടയിലുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയമായി കണക്കാക്കുന്നത്. സമയത്തിൽ എന്ത് തന്നെ മാറ്റം ഉണ്ടായാലും 48 മിനിറ്റ് മാത്രമാണ്
ഈ ബ്രഹ്മമുഹൂർത്ത സമയം ഉണ്ടാവുക. ഈ സമയത്ത് പ്രകൃതിയുടെ തമോ ഗുണം അകലുകയും സത്വഗുണം ഉദിക്കുകയും ചെയ്യുന്നു. പ്രകൃതി ശാന്തതയും നിർമ്മലതയും കൈവരിക്കുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ ഈ മാറ്റങ്ങൾ മനസ്സിലാക്കി കിളികൾ ഉണരുകയും കുളിർക്കാറ്റ് വീശുകയും ഉണ്ടാകും. ഈ കാലം മുതൽ പ്രഭാതം വരെയാണ് സത്വഗുണം നീണ്ടു നിൽക്കുന്നത്. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ആത്മാവിഷ്കാരങ്ങളോ ദേവപൂജയോ നടത്തുന്ന മനുഷ്യന്റെ ബുദ്ധിയിൽ സാത്വിക ഗുണം കൂടുതൽ പ്രകാശിക്കുകയും സത്യത്തെ അറിയാൻ പ്രാപ്തനാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഏതൊരു വ്യക്തിക്കും തൻ്റെ സങ്കല്പ സാക്ഷാത്കാരത്തിനും സിദ്ധിപ്രാപ്തിക്കും ഈ മുഹൂർത്തം ശ്രേഷ്ഠമാണ്. ഈ സമയത്ത് പഠിക്കുന്നത് ഓർത്തിരിക്കാൻ ഉത്തമവുമാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്കു തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മറ്റൊരു പൂജയുടെ ആവശ്യമില്ല എന്ന് തന്നെ പറയാം. ഏകാഗ്രതയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് ഈ സമയം അത്യുത്തമമായി കണക്കാക്കുന്നു. പൂർണ്ണാർപ്പണത്തോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ പെട്ടെന്നു തന്നെ ഫലസിദ്ധി ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതിനുള്ള അത്ഭുത സമയമായും ഇതിനെ കണക്കാക്കുന്നു. അതുകൊണ്ടുതന്നെ ഏവരും ഈ സമയം വിനിയോഗിക്കാൻ ശ്രമിക്കുക. സ്വപ്ന സാക്ഷാത്കാരത്തിനും ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതിനുമായി ഈ ബ്രഹ്മമുഹൂർത്ത സമയം വിനിയോഗിക്കാം. ഏവർക്കും ഇതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.